കഴിഞ്ഞ മാസമാണ് നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ചന്ദന റിസർവിൽ നിന്നും 4 ചന്ദനമരങ്ങൾ മോഷണം പോയത്. ഈ കേസിൽ അന്തർ സംസ്ഥാന ചന്ദന മാഫിയയിൽപ്പെട്ട 14 പേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 4 പ്രതികളുടെ കസ്റ്റഡിയും ജാമ്യവുമാണ് പരാതിക്ക് അടിസ്ഥാനം. കേസിൽ ദേവികുളം കോടതിയിൽ കീഴടങ്ങിയ മറയൂർ സ്വദേശി അരുണിന് സർക്കാർ അഭിഭാഷകനെ കേൾക്കാതെ ഉപാധികളില്ലാതെ ജാമ്യം അനുവദിച്ചു. ഇതേ പ്രതി അന്ന് തന്നെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചിരുന്ന 25 കിലോ ചന്ദനം മറ്റൊരിടത്തേക്ക് കടത്തിയെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. കൂടാതെ 3 പ്രതികൾ കസ്റ്റഡി മർദ്ദനം ആരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിരുന്നു. തുറന്ന കോടതിയിൽ പരാതി ഉന്നയിക്കാതിരുന്ന പ്രതികളെ പ്രതിഭാഗം അഭിഭാഷകൻ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ എത്തിച്ചാണ് പരാതി നൽകിയത്. കൂടാതെ വൈദ്യപരിശോധനയ്ക്ക് പ്രതിഭാഗം അഭിഭാഷകന്റെ കാറിൽ കൊണ്ടുപോകാൻ മജിസ്ട്രേറ്റ് അനുമതി നൽകിയതും പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട്. മറയൂരിന്റെ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒഫൻസാണ്. അത് നമ്മൾ ഉടൻ തന്നെ അന്വേഷിച്ച് മുഴുവൻ പ്രതികളെയും നമ്മൾ ഉടൻ തന്നെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തർ സംസ്ഥാന ബന്ധമുള്ള അരുൺ എന്ന പ്രതിയെ 4 ദിവസത്തേക്കാണ് വനംവകുപ്പ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അനുവദിച്ചതാകട്ടെ 4 മണിക്കൂർ മാത്രം. കൂടാതെ ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ റേഞ്ച് ഓഫീസറെയും DFOയെയും വിലക്കുകയും ചെയ്തു. ഇത് നിയമവിരുദ്ധമാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. മറയൂരിൽ നടന്ന ചന്ദനമോഷണ കേസിൽ ദേവികുളം കോടതിയിലെ ഒരു അഭിഭാഷകനും പങ്കുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. പ്രതികളെക്കുറിച്ച് വനംവകുപ്പിന് വിവരം നൽകിയ ഇതേ അഭിഭാഷകൻ തന്നെയാണ് മരം മുറിച്ചു കടത്താൻ പ്രതികളെ പ്രേരിപ്പിച്ചതും. സംഭവത്തിൽ മജിസ്ട്രേറ്റിനെതിരെ ഹൈക്കോടതി രജിസ്ട്രാർ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ്. ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.